ഹായ്. ഹായ് മഞ്ജേച്ചി. ഇപ്പോഴാണോ വരുന്നേ? കരുനീലിക്കാവി നിങ്ങ എത്തണ്ടേ? വെളുപ്പിന് പുറപ്പെട്ടതാ. മാമനെവിടെ? അവിടെ ആർക്കോ ഐഡിയയും പറഞ്ഞു കൊടുത്തോണ്ട് നിക്കുവാ. ഓ ദേ, നിങ്ങൾ എല്ലാവരും എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇല്ല. എന്ത് പ്രത്യേകത? പതിവില്ലാത്തൊരു സന്തോഷം ഈ മുഖത്ത് കാണുന്നില്ലേ? കുറച്ച് ഇളക്കം കൂടുതലാന്ന് തോന്നുന്നുണ്ട്. ഇളക്കമല്ല, സന്തോഷ. എന്താണാവോ ഈ സന്തോഷത്തിന് കാരണം? അങ്ങനെ ചോദിക്കേ. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ദിവസാ. എന്ത് ഭാഗ്യം? നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക്. മഞ്ജേച്ചിയുടെ ബർത്ത്ഡേ ആണല്ലേ? ഹാപ്പി ബർത്ത്ഡേ മഞ്ജേച്ചി. അയ്യോ, അതൊന്നുമല്ല. പിന്നെ അതെ, ഇന്ന് എനിക്കും ഗിരിയേട്ടന്റെ ഇടയിലുള്ള വലിയൊരു തടസ്സം മാറാൻ പോവാ. അതിന്റെ സന്തോഷ ഈ കാണുന്ന. തടസ്സം? എന്ത് തടസ്സം? തടസ്സം എന്ന് ഉദ്ദേശിച്ചത് ആ പാറുവിനെയാ. എന്റെയും ഗിരിയേട്ടന്റെ ഇടയില് വലിയൊരു കരടായിരുന്നു അവള്. അവളുള്ളതുകൊണ്ടാ ഗിരിയേട്ടൻ എന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും മടി കാണിച്ചിരുന്നതും. ഇന്ന് കല്യാണം കഴിഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോകുമ്പോ ആ ശല്യം അങ്ങ് തീരുമല്ലോ. പിന്നെ ഗിരിയേട്ടൻ പാറുവിനെ കുറിച്ച് ചിന്തിക്കേയില്ല, എന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. എനിക്ക് ഗിരിയേട്ടനും ഗിരിയേട്ടന് ഞാനും. അല്ല, ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്കെന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. ഏയ് ഒന്നുമില്ല. മഞ്ജേച്ചി ഇക്കാര്യം ഗിരിയേട്ടനോട് പറഞ്ഞോ? ഇല്ല, പറയണം. ഈ സന്തോഷം എങ്ങനെ ഗിരിയേട്ടനോട് പറയണമെന്ന് ആലോചിച്ച് എനിക്ക് നല്ല ഉറക്കവേ ഒന്നില്ല. എങ്കിൽ വേഗം ചെല്ല്. ഗിരിയേട്ടൻ അവിടെ എവിടെയെങ്കിലും കാണും. പോയി പറ. ശരി, ഞാനേ പോയി ഗിരിയേട്ടനെ കാണട്ടെ. നിങ്ങൾ റെഡി ആയിക്കോ. ഓ. അയ്യോ ഗിരിയേട്ടാ.